ഈ റീല് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുപാട് ആളുകളുടെ, നമ്മുടെയൊക്കെ മലയാളീസ് അടക്കമുള്ള ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് ആയിട്ടും റീല് ചെയ്തതുമായിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകളോ എന്താണ് സത്യാവസ്ഥ? അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര ആഴ്ചയായി പശ്ചിമേഷ്യയിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു അറബ് രാജ്യം ഈ ഇറാനെതിരെ അവരെ നിരന്തരം അറബ് രാജ്യം ബേസിലാണെങ്കിലും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ഡ്രോൺ ആയിട്ടും അല്ലാത്ത രീതിയിലൊക്കെ. ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഒരു മിസൈൽ ഒന്ന് ഇറാനിലേക്ക് തിരിച്ചു വിടാൻ ഇവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്നോട് വല്ലാതെ ദേഷ്യം തോന്നും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തലവന്മാർക്കൊന്നും കോർപ്പറേറ്റുകൾക്ക് സ്വന്തം രാജ്യം അടിയറ വെച്ചു എന്നല്ലാതെ ഫ്രാൻസ് പറഞ്ഞ പോലെ എൻ്റെ അതിർത്തിയിൽ വന്നിട്ട് ഒരു രാജ്യത്തിനെയും അടിക്കാൻ അനുമതി തരില്ല എന്ന് നെഞ്ചു വിരിച്ച് നിർന്ന് പറയാനുള്ളൊരു ഭരണാധികാരി ഈ അറബ് രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം, അല്ലെ? എത്ര ആഴ്ചയായി ആലോചിച്ച് നോക്ക്. ഖത്തറിന്റെ ബ്രെയിൻ അടക്കം റാസൽഫാനിൽ വരെ അടിയേറ്റിട്ടുണ്ട്, അബുദാബിക്ക് അടിയേറ്റിട്ടുണ്ട്, അല്ലെ? ഒരു മിസൈല് ഒന്ന് തിരിച്ചിടാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിയറ വെച്ചിരിക്കുകയാണ്. അപ്പൂപ്പമാരായിട്ട് ആ രാജ്യം ഒരു സുഖലോലുപമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ മുമ്പിൽ അവരുടെ രാജ്യം അടിയറ വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഒരു ബോംബ് വീണാൽ തീരാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. എന്നിട്ട് അതിന്റെ മേലിൽ റീൽസും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു ലോകത്ത്, ഇന്നും ഉണ്ട്, ഇല്ല എന്നല്ല. ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? എത്ര ക്ഷണത്തിൽ അമേരിക്ക ആ രാജ്യത്തെ അടിച്ചില്ലാതാക്കിയത്? എന്ത് കാരണം പറഞ്ഞിട്ടാ അമേരിക്ക ആ രാജ്യത്തിന് ഇല്ലാതാക്കിയത്? എന്ത് കാരണം പറഞ്ഞിട്ടാ? എങ്ങനെയാണ് ഇറാഖിനെ അടിച്ചമർത്തിയിട്ടുള്ളത്? ഈ അറബ് രാജ്യത്ത് സൗദി അറേബ്യയിൽ 100 കണക്കിന് പോർവിമാനങ്ങൾ അടയിരുന്നത് കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് കശാപ്പ് ചെയ്ത് അവിടെ അമേരിക്കയുടെ പാവ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആരാ ഇറാഖിനെ അടിച്ചമർത്താനുള്ള പെർമിഷനും അതിനുവേണ്ടി ആയുധങ്ങൾ കോപ്പ് കൂട്ടി കൊടുത്തിട്ടുള്ളത്? ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെയുള്ളവരൊന്നും സേഫ് അല്ല. പിന്നെ സമാധാനത്തിൽ ഇത്തരത്തിലുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ വെച്ച് നമുക്ക് സമാധാനപ്പെടാം, അത്രേ ഉള്ളൂ. ഈ ഇറാഖിന്റെ മുകളിൽ അമേരിക്ക ചെയ്ത ക്രൂര പരാക്രമണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ ഇട്ട ബോംബുകൾ എന്തൊക്കെയാണ്, അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ക്ലസ്റ്റർ ബോംബ്, മൈക്രോവേവ് പൾസ് ബോംബ്, എന്തൊക്കെ തരത്തിലുള്ള ബോംബുകളാണ് അമേരിക്ക ഇറാഖിൽ പരീക്ഷിച്ചുള്ളത്. ഒരു ക്ലസ്റ്റർ ബോംബൊക്കെ ഈ ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ 200 ചെറിയ ബോംബുകളായിട്ട് 3-4 കിലോമീറ്റർ ചുറ്റുവട്ടത്ത് പോയി വിവിധ സ്ഥലങ്ങളിൽ പോയി അത് പൊട്ടിത്തെറിച്ച് ബ്ലാസ്റ്റ് ആകുന്ന ബോംബുകളായിരുന്നു അതൊക്കെ. അതിനുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാ? ചെറിയ കുട്ടികളുടെ രക്തധമനികളടക്കം പൊട്ടിത്തെറിച്ചു പോകും, അറ്റാക്ക് ഉണ്ടാകും, ഇലക്ട്രോണിക് സാധനങ്ങൾ മുഴുവനായി നശിച്ചു പോകും. എന്തിനേറെ പറയുന്നു, അന്ന് പത്രത്തിൽ ഞാൻ വായിച്ചൊരു വാർത്തയുണ്ട്. നമ്മുടെ ആളുകൾ, പ്രായമായ ആളുകൾ ചെവി കേൾക്കാൻ ചെവിയിൽ വെക്കുന്ന ആ ഇയറിംഗ് ഹെഡ് അടക്കം ഉരുകി ഒലിച്ചു പോകും. ആ രാജ്യത്തിനെ ഇത്ര ക്ഷണത്തിൽ അടിച്ചമർത്താൻ കോപ്പ് കൂട്ടിക്കൊടുത്തത് ഈ അറബ് രാഷ്ട്രങ്ങളാണ്. ഫ്രാൻസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ അതിർത്തിയിൽ വന്നിട്ട് ഒരു രാജ്യത്തിനെയും ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അടിക്കാൻ കഴിയില്ല എന്ന് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയും ഈ രാജ്യങ്ങളിലൊന്നും ഇല്ലാതെയായി പോയി എന്നാണ്. ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെപ്പോലത്തെ എന്റേതടക്കം ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബം പോറ്റാൻ പോയിട്ടുള്ള ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും ആ രാജ്യത്തുണ്ട്. ആ രാജ്യം ഒന്നും സംഭവിക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ നമുക്ക് തോന്നും കേരളം ഉണ്ടായത് ഈ രാജ്യം കൊണ്ടൊക്കെയാണ് എന്ന്. തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണ്, ഉറപ്പാണ്. പക്ഷേ അവിടെ പോയി പണിയെടുക്കാതെ ഏതെങ്കിലും ഒരു വാതിലിന് മുട്ടിയിട്ട് 100 ദിർഹം തരണം, എനിക്ക് നാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടില്ല. മലയാളി പോയിട്ട് അവരുടെ രാജ്യം വികസിക്കുന്നതോടൊപ്പം തന്റെ വീടും നാടും വികസിപ്പിച്ചതാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് മുഖത്ത് നോക്കി ആർജവത്തോടെ പറയാനുള്ളൊരു നേതാവ് ആ രാജ്യങ്ങളിലൊന്നും ഇല്ലാതെയായി പോയി എന്നുള്ളതാണ്. സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.